നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫങ്ഷൻസിനെ കുറിച്ചാണ്. സോ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രത്യേക ടാസ്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ പ്രത്യേക ജോലി ചെയ്യുന്നതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ചെറിയൊരു ബ്ലോക്ക് ഓഫ് കോഡിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജോലി ചെയ്ത് പോകുന്നു. സോ ഇങ്ങനെയാണ് ഫംഗ്ഷൻ പ്രവർത്തിക്കുന്നത്. സോ നമുക്ക് രണ്ട് തരത്തിലുള്ള ഫംഗ്ഷൻ ഉണ്ട്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി PHPയിലുള്ള അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ PHPയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ എക്കോ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. സോ നമ്മുടെ സ്ട്രിങ് നമ്മുടെ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബ്രൗസറിൽ പ്രിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു എക്കോ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. സോ ഈ എക്കോ എന്ന് പറയുന്നത് ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. സോ നമ്മുടെ ഈ PHP പ്രോഗ്രാമിൽ ഓൾറെഡി ഉള്ള ഒരു ഫംഗ്ഷനാണ് എക്കോ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അടുത്തതായി വരുന്ന യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സോ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനുകളെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ആവശ്യമുള്ള സമയത്തല്ല നമ്മുടെ പ്രോഗ്രാമിൽ അതിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫംഗ്ഷനെ അവിടെ ഉപയോഗിക്കാൻ സാധിക്കും. സോ നമുക്കൊരു ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമുക്കെങ്ങനെ കോൾ ചെയ്യാമെന്ന് നോക്കാം. സോ ഞാൻ ആദ്യമായി ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഫംഗ്ഷനാണ്. സോ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കീവേഡ് കൊടുക്കുക. അതിനുശേഷം സ്പേസ് കൊടുത്ത ശേഷം ഫംഗ്ഷൻ്റെ പേര് നമ്മൾ കൊടുക്കണം. സോ ഞാനിവിടെ പ്രിൻറ്റ് മെസ്സേജ് എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മളിതുപോലെ ഒരു റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ ഇതാണ് ഫംഗ്ഷൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇതിനുള്ളിലാണ് ഈ ഒരു ബ്ലോക്കിനുള്ളിലാണ് നമ്മൾ എന്താണ് നമ്മുടെ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്, നമ്മുടെ പ്രോഗ്രാം ഈ ചെറിയ പ്രോഗ്രാം എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, കോഡ് എഴുതേണ്ടത് ഇതിൻ്റെ ഉള്ളിലാണ്. സോ ഞാനിവിടെ എഴുതാൻ പോകുന്ന കോഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ പ്രോഗ്രാം. ഞാൻ ഹലോ വേൾഡ് എന്ന് എഴുതുന്നു. സോ ഒരു BR ടാഗ് കൂടി കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് നമ്മൾ പേജ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം നമ്മളിപ്പോൾ ജസ്റ്റ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നില്ല. സോ നമ്മൾ ഈ ഫംഗ്ഷനിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മളിതിനെ കോൾ ചെയ്യേണ്ടതുണ്ട്. സോ ഞാനിവിടെ പ്രിൻറ്റ് മെസ്സേജ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ ഇതുപോലെ കോൾ ചെയ്യുന്നു. നമ്മൾ മെസ്സേജ് നെയിം എഴുതുക. അതിനുശേഷം റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് ഇതുപോലെ സെമി കോളൻ കൊടുക്കുക. സോ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഫംഗ്ഷൻ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഹലോ വേൾഡ് എന്ന് പറയുന്ന മെസ്സേജ് നമുക്ക് ലഭിക്കുന്നു. സോ നമ്മൾ ഒരു പ്രാവശ്യമാണ് ഇപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്തത്. സോ ഞാൻ ഇത് കോപ്പി ചെയ്ത് ഒരു 2 പ്രാവശ്യം കൂടി ഇതുപോലെ കോൾ ചെയ്യുന്നു. 3 പ്രാവശ്യം കോൾ ചെയ്യുന്നു. സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3 തവണ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ പ്രോഗ്രാം റൺ ആവുന്നു. സോ ഇത്തരത്തിൽ നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം ഇതുപോലെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഇതുപോലെ റൺ ആവുന്നതാണ്. സോ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ പ്രവർത്തിക്കുന്നത്. നമ്മളൊരു സിമ്പിൾ എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മളിവിടെ പഠിച്ചത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നമുക്കൊരു ഫംഗ്ഷനിലോട്ട് എങ്ങനെ നമുക്കൊരു വാല്യൂ പാസ് ചെയ്യാം, ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാം എന്ന് നോക്കാം. സോ നമ്മൾ ഇവിടെ പ്രിൻറ്റ് മെസ്സേജ് എന്ന് പറയുന്ന ഭാഗത്ത് വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ നമ്മുടെ പാരാമീറ്റർ അഥവാ നമ്മുടെ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നതിനുള്ള ഒരു വേരിയബിൾ കൊടുക്കുന്നു. സോ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് ഈ വേരിയബിളിലോട്ടായിരിക്കും. സോ ഞാനിവിടെ നെയിം എന്ന് കൊടുക്കുന്നു. സോ നമുക്കൊരു നെയിം നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉദാഹരണമായി ഇപ്പോൾ നമ്മൾ ജോൺ എന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ ജോൺ എന്ന് ലഭിക്കണം. സോ ഞാനിവിടെ ഹലോ, അതിനുശേഷം നമ്മുടെ വേരിയബിൾ നെയിം കൊടുക്കുന്നു. ഹലോ നമ്മൾ നെയിം, അതായത് നമ്മുടെ ഈ ഒരു നെയിം പാരാമീറ്റർ ഇവിടെ കൊടുക്കുന്നു. സോ ഇനി നമുക്ക് എങ്ങനെ ഈ ആർഗ്യുമെൻറ്റ് കൊടുക്കാമെന്ന് നോക്കാം. സോ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഈ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ് ആർഗ്യുമെൻറ്റ്. സോ ഞാനിവിടെ ജോൺ എന്ന് കൊടുക്കുന്നു. ജോൺ എന്ന് കൊടുത്ത് സേവ് ചെയ്ത് നമുക്ക് നമ്മുടെ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ ജോൺ എന്ന് ലഭിക്കുന്നു. സോ നമ്മളിവിടെ ഈ ഒരു ആർഗ്യുമെൻറ്റ് ഈ ഒരു വാല്യൂ നമ്മൾ ഈ വേരിയബിളിലോട്ട് പാസ് ചെയ്യുന്നു. ശേഷം നമുക്ക് ആ വേരിയബിൾ നമുക്ക് നമ്മുടെ ഫംഗ്ഷനിൽ ഉപയോഗിക്കാൻ നമുക്ക് വേണ്ട രീതിയിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനുള്ളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷനിൽ ആർഗ്യുമെൻറ്റ് കൊടുക്കുന്നത്. സോ ഉദാഹരണമായി നമുക്ക് ഇനി ഒരു 2 സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള ഒരു ചെറിയ പ്രോഗ്രാം ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ഫംഗ്ഷൻ നെയിം ഞാൻ സം എന്നാക്കുന്നു. അതുപോലെ N1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കുന്നു. അതുപോലെ N2 എന്ന് പറയുന്ന മറ്റൊരു വേരിയബിൾ കൊടുക്കുന്നു. ശേഷം ഞാൻ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിലോട്ട് N1 പ്ലസ് N2. ഇപ്പോൾ നമ്മൾ 2 വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ 2 സംഖ്യകൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവ രണ്ടും കൂട്ടിയിട്ടുള്ള ഒരു തുക റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. ശേഷം ഞാൻ ഈ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യുന്നു. റിസൾട്ട് ശേഷം നമുക്ക് 2 വാല്യൂ പാസ് ചെയ്യാം. സോ ഞാനിവിടെ സം എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അതിനുള്ളിലോട്ട് ഞാൻ 10,
20 എന്ന് പറയുന്ന രണ്ട് വാല്യൂ പാസ് ചെയ്യുന്നു. ശേഷം സേവ് ചെയ്ത് നമുക്ക് നമ്മുടെ പേജ് റിഫ്രഷ് ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് 30 എന്ന് ലഭിക്കുന്നു. സോ നമ്മൾ ഇപ്പോൾ 10, 20 എന്ന് പറയുന്ന രണ്ട് വാല്യൂ n1, n2 എന്ന് പറയുന്ന ഈ രണ്ട് വേരിയബിളിലോട്ട് പാസ് ചെയ്ത ശേഷം നമ്മൾ ആ രണ്ട് വേരിയബിൾ നമ്മൾ ഇതിനുള്ളിൽ നമ്മുടെ ഫംഗ്ഷനുള്ളിൽ ഉപയോഗിച്ചു. സോ ഇതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ആർഗ്യുമെൻറ്റ്സ്, അതുപോലെ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ഇതുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഞാനൊരു 10.56 പ്ലസ് 20.87 കൊടുത്ത് സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 31.43 എന്ന് പറയുന്ന ഒരു റിസൾട്ട് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്കൊരു ഫംഗ്ഷനിൽ റിട്ടേൺ വാല്യൂ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സോ നമ്മൾ രണ്ട് സംഖ്യ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് സംഖ്യകളുടെ തുക റിട്ടേൺ വാല്യൂ ആയി ലഭിക്കണം. സോ ഞാനിവിടെ റിട്ടേൺ ശേഷം n1 പ്ലസ് n2 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ രണ്ട് സംഖ്യ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ്റെ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത് n1 പ്ലസ് n2, അതായത് രണ്ട് സംഖ്യകൾ കൂട്ടിയിട്ടുള്ള ഒരു തുകയായിരിക്കും. സോ ഉദാഹരണമായി ഞാൻ ഇവിടെ 1,5 എന്ന രണ്ട് സംഖ്യ പാസ് ചെയ്യുന്നു. ശേഷം സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വാല്യൂസ് ഒന്നും ലഭിക്കുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു വാല്യൂ മാത്രം, ഈ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ മാത്രമാണ് റിട്ടേൺ ചെയ്തത്. സോ ആ വാല്യൂ നമുക്ക് കാണണമെങ്കിൽ നമ്മളത് എക്കോ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ആ വാല്യൂ ഇവിടെ പ്രിൻ്റായി വരികയുള്ളൂ. അതായത് നമ്മളൊരു ഫംഗ്ഷനിൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ ആയിരിക്കും ആ ഫംഗ്ഷൻ്റെ വാല്യൂ. സോ നമുക്കത് കിട്ടണമെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ ഇതുപോലെ പ്രിൻറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് സേവ് ചെയ്ത് നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. സോ റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ നമുക്ക് മറ്റൊരു സംഖ്യ കൂടി എൻ്റർ ചെയ്ത് നോക്കാം. 10 പ്ലസ് 50 സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് 60 എന്ന് ലഭിക്കുന്നു. സോ നമ്മളിവിടെ 10, 50 എന്ന് പറയുന്ന രണ്ട് വാല്യൂ n1, n2 പാസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ വാല്യൂ റിട്ടേൺ ചെയ്തു ഈ ഫംഗ്ഷനിൽ. ശേഷം നമ്മൾ ഈ ഫംഗ്ഷൻ നമ്മൾ പ്രിൻറ്റ് ചെയ്തു. സോ പ്രിൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് 60 എന്ന് പറയുന്ന റിസൾട്ട് ലഭിച്ചു. സോ ഇത്തരത്തിൽ നമുക്ക് ആർഗ്യുമെൻറ്റും അതുപോലെ പാരാമീറ്റേഴ്സും ഉപയോഗിച്ച് നമുക്ക് ഒരു ഫംഗ്ഷനിലെ വാല്യൂ റിട്ടേൺ ചെയ്യാൻ സാധിക്കുന്നതാണ്.